മലയാളികളുടെ ഓണാഘോഷത്തിന് ഒഴിച്ചുകൂടാനാകാത്ത വിഭവങ്ങളാണ് കായവറവും ശർക്കര വരട്ടിയും. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ നേന്ത്രക്കായയ്ക്ക് ക്ഷാമം അനുഭവപ്പെട്ടതോടെ വില കുത്തനെ ഉയർന്നതായി വിതരണക്കാർ പറയുന്നു. ഇത്തവണ കായവറവിനും ശർക്കര വരട്ടിക്കും കിലോയ്ക്ക് 600 രൂപയാണ് വില. കഴിഞ്ഞ വർഷം 350 മുതൽ 400 രൂപ വരെയായിരുന്നു വില. നേന്ത്രക്കായയുടെയും ശർക്കരയുടെയും വിലയിലുണ്ടായ വൻ വർധനവാണ് ഇത്തവണ വില ഉയരാൻ കാരണമെന്ന് വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പാവർട്ടി സ്വദേശി ഷൈജു ചിരിയങ്കണ്ടത്ത് പറഞ്ഞു. നമ്മുടെ ഓണസദ്യയിലെ ഏറ്റവും ഭയങ്കരമായ ഒരു കൂട്ടാണ് ശർക്കരപ്പേരി, ചിപ്സ്, അങ്ങനത്തെ ഐറ്റംസ്. ഏറെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഓണത്തിൻ്റെ ശർക്കരപ്പേരി. പക്ഷേ എല്ലാ വർഷത്തെ പോലെ ഈ പ്രാവശ്യവും നമുക്ക് കായ്ക്കും മറ്റൊക്കെ ഒരുപാട് വില കൂടിയതിൻ്റെ ഭാഗമായി വിപണിയിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്ന സാധനത്തിന് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് വില കൂടുതലാണ് ഇപ്രാവശ്യം. അതിന് കാരണം കാലാവസ്ഥയുടെ ചേഞ്ചും കാര്യങ്ങളായിട്ട് കായ കിട്ടാനില്ലാത്തൊരവസ്ഥയിൽ. അതുകൊണ്ട് എല്ലാ മലയാളികളും ഇതിനുള്ളൊരു ഒരു വിഷമത്തിൽ നടക്കുകയാണ്. കായ കിട്ടാനൊരു പ്രോബ്ലം. അപ്പോൾ അതിൻ്റേതൊരു ടൈറ്റ് നമ്മുടെ മാർക്കറ്റിലുണ്ട് ചിപ്സ് കിട്ടാനൊക്കെ ആയിട്ട്. പക്ഷേ ആ ടൈറ്റൊന്നും ഇല്ലാതെ ജോസേട്ടൻ ചിപ്സ് ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും തനതായ രീതിയിൽ, നല്ല രീതിയിൽ, ട്രഡീഷണലായിട്ട് നമ്മൾ ഇവിടെ ശർക്കരപ്പേരിയും ചിപ്സും സാധനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ജോസേട്ടൻ ചിപ്സിൻ്റെ ഓണാശംസകൾ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വില ഇരട്ടിയായെങ്കിലും ഓണക്കാലത്ത് കായവറവിനും ശർക്കര വരട്ടിക്കും ആവശ്യക്കാർ ഏറെയാണ്. നല്ല നാടൻ മുത്തൻ നേന്ത്രക്കായയാണ് ശർക്കര വരട്ടിക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത്. തൊലി നീക്കി വൃത്തിയാക്കിയ നേന്ത്രക്കായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കും. തുടർന്ന് ഗുണനിലവാരമുള്ള ശർക്കര ഉരുക്കി തയ്യാറാക്കിയ പാനീയത്തിൽ വറുത്തുവെച്ച കായ ചേർത്ത് പാകപ്പെടുത്തും. ഇതോടൊപ്പം ശുദ്ധമായ നെയ്യും ചേർത്താണ് ശർക്കര വരട്ടി തയ്യാറാക്കുന്നതെന്ന് വിതരണക്കാർ പറയുന്നു. വില ഇരട്ടിയായിട്ടും ഓണക്കാലത്ത് ശർക്കര വരട്ടിയുടെയും കായവറവിന്റെയും കച്ചവടം പൊടിപൊടിക്കുകയാണെന്നും വ്യാപാരികൾ പറഞ്ഞു.